കർത്താവിൻ്റെ വരവിൻ്റെ കാലൊച്ച കാതിൽ കേട്ടിട്ടും നീർക്കുമുള പോലെ പൊട്ടിപ്പോകുന്ന മായാക്കാഴ്ചയിൽ മയങ്ങിയിരിക്കുന്ന ആധുനിക ദൈവസഭ. അതിൻ്റെ നടുവിലും ക്രിസ്തീയ സ്നേഹത്തിൻ്റെ തീക്കനൽ ചാരം മൂടിക്കിടക്കുന്നവർ അനേകരാണ്. ആ ചാരം ഊതിക്കളഞ്ഞ് ജ്വലിപ്പിക്കുന്ന തീപ്പന്തമാക്കാൻ ഷാർജ ശാലേമേജി CA മെമ്പേഴ്സ് നടത്തുന്ന ഒരു എളിയ ശ്രമമാണ് ഈ സ്കിറ്റ്. യഫദ. എന്താടാ ഇത്? നീ പൊട്ടക്കണ്ണനാണെന്നുള്ള വിചാരം വേണം. നോക്കിയും തപ്പിയൊക്കെ നടക്കണ്ടടാ നീ. എന്നും വരുന്ന വഴി കൂടെയാ വന്നത്. ആരോ അവിടെ മരത്തടി കൊണ്ടിട്ടിരുന്നു. ഇത് കണ്ടോ? ഇത് തട്ടിയാ ഞാൻ വീണത്. ദൈവം താങ്ങിയതിനാൽ കൈകാലുകൾ ഒടിഞ്ഞില്ല. ദൈവമേ സ്തുതി സ്തുതി സ്തുതി. ദൈവമേ സ്തോത്രം. എടാ പൊട്ടക്കണ്ണ, നിന്റെ ഈ ദൈവത്തെ സ്തുതി നിർത്തുന്നുണ്ടോ? എന്തു പറഞ്ഞാലും ദൈവം പോലും. ദൈവം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഈ തെരുവിലിരുന്ന് തെണ്ടി തിന്നുവോ? പൊക്കോണം. മനുഷ്യനെ ദേഷ്യം പിടിപ്പിക്കരുത്. എടത്തിമായി, നീ ഇങ്ങനെ ദൈവത്തെ നിഷേധിക്കരുത്. ദൈവം നിനക്ക് കാഴ്ചയുള്ള 2 കണ്ണ് തന്നിട്ടുണ്ട്, കൈകൾ തന്നിട്ടുണ്ട്, കാലിന് അല്പം മുടന്തുണ്ടെന്നല്ലേ ഉള്ളൂ. 2 കണ്ണും കാണാൻ കഴിയാത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൂമിയിലുള്ള സകല മനുഷ്യനും എന്തെങ്കിലുമൊക്കെ കുറവുകളില്ലേ? എന്നാൽ അവരെല്ലാം ദൈവം പോറ്റുന്നു. നമുക്കും ദൈവം അന്നുള്ള ആഹാരം തരുന്നു. അത് മാത്രമാണ്. ദൈവത്തോട് പ്രാർത്ഥിച്ച ദൈവം നമ്മെ സൗഖ്യമാക്കും. ഓ, കൊള്ളാമല്ലോടാ. എൻ്റെ അമ്മ മരിക്കുന്നതിന് മുൻപ് എന്നോട് പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ അപ്പനെ ദൈവം സൗഖ്യമാക്കിയ കഥ. മണ്ടൻ, തിരുമണ്ടൻ. ആരോ പറഞ്ഞ കഥയും കൊണ്ട് പൊട്ടക്കണ്ണൻ സൗഖ്യം പ്രാപിക്കാൻ ഇരിക്കുകയാണ്. ഇപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന് സൗഖ്യമാക്കും. നീ അവിടെ തന്നെ ഇരുന്നോ. പൊട്ടക്കണ്ണൻ വിശന്ന് കിടക്കട്ടെ. ദൈവം കൊടുക്കുന്നത് എനിക്കൊന്ന് കാണണം. ദൈവമേ, ധാരാളം നാണയത്തുട്ടുകൾ വീഴുന്ന ശബ്ദം കേട്ടതാണല്ലോ. കർത്താവേ, ആരോ എൻ്റെ നാണയത്തുട്ടുകൾ എടുത്തുകൊണ്ട് പോയി. പിച്ചപാത്രത്തിലും കൈയിട്ട് വാരുന്നവരോ? സാരമില്ല. എന്നേക്കാൾ കൂടുതൽ ആവശ്യമുള്ളവർ ആരെങ്കിലും ആയിരിക്കും. ആ തിമായി നല്ല മനുഷ്യനായതുകൊണ്ട് വെള്ളമെങ്കിലും കിട്ടുന്നു. എടാ തിമായി, നീ എവിടെയാ? നീ കണ്ടോ? ഇത് കണ്ടോ നീ? ദൈവം എൻ്റെ വിശപ്പ് കണ്ട് എനിക്ക് ബണ്ണ് കൊണ്ടു തന്നു. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് സ്തുതി. എടാ നീ ഉറങ്ങിയോ? ദൈവമേ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹത്തിനും നന്ദി. ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വീടില്ല, ബന്ധുമിത്രാദികളില്ല, ആരോരുമില്ലാത്തവർക്ക് ദൈവം തുണ. കർത്താവേ, നീ ചമച്ച ഈ ഭൂമിയുടെ സൗന്ദര്യം ഒന്ന് കാണണമെന്നുണ്ട്. അങ്ങയ്ക്ക് എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും.
അങ്ങ് സകലത്തിൻ്റെയും സൃഷ്ടാവാണല്ലോ. കാഴ്ച ലഭിച്ചില്ലെങ്കിലും ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ബർലോസ്, ബർലോസ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ? ഉവ് കർത്താവേ, ഉവ്, എനിക്ക് മനസ്സുണ്ട്. എടാ ബർലോസേ, എഴുന്നേക്ക്. ആള് കൂടിയാൽ പിന്നെ ഒന്നും നടക്കില്ല. എന്നും രാവിലെ എഴുന്നേറ്റ് പാടുന്നവനാണല്ലോ, ഇന്ന് എന്തു പറ്റി? ഈ പൊട്ടക്കണ്ണൻ എന്തോന്നായി കാണിക്കുന്നത്? എടാ തിമായി, എനിക്ക് നിന്നെ കാണാം, എനിക്കെല്ലാം കാണാം. എത്ര മനോഹരമായ ലോകം. നിനക്ക് പ്രാന്ത് പിടിച്ചോ? വിടടാ. എടാ, ഇന്നലെ രാത്രി ദൈവം എൻ്റെ അടുത്ത് വന്നു, എന്നെ സൗഖ്യമാക്കി. ഇതെന്തുവാ? ഇത് ഞാൻ കുത്തി നടക്കുന്ന വടി. ഇത് എന്തുവാ? ഇത് നിന്റെ കൈ. അപ്പോൾ ശരിക്കും നിനക്ക് കണ്ണ് കാണാം. സൗഖ്യമാക്കുന്ന ദൈവം ജീവിക്കുന്നു. നീ ഭാഗ്യവാന. ഈ തെരുവിൽ ഞാൻ ഒറ്റയ്ക്കായി. ഈ തെരുവിൽ നിന്നും സാധാരണ ആളുകൾ പോകുന്ന മരിച്ച മുനിസിപ്പാലിറ്റിക്കാർ എടുത്തുകൊണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ ഇന്നൊരുവൻ സൗഖ്യം പ്രാപിച്ചു പോകുന്നു. നീ പോ. തിമായി, ഇല്ല, ഞാൻ നിന്നെ വിട്ടേച്ചു പോവുകയില്ല. എനിക്ക് ആരോഗ്യമുണ്ട്, കണ്ണും കാണാം. നീ എൻ്റെ കൂടെ വരണം. നമുക്ക് ഒരുമിച്ച് ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാം. ഫ്രെഡി എവിടെ? അവൻ എവിടെ പോയി? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നതാണല്ലോ. മോനെ ഫ്രെഡി, ഫ്രെഡി. ചേട്ടന്മാരെ, ഇന്ന് സന്തോഷ ദിവസമായോണ്ട് ഞാൻ ജിലേബി വാങ്ങാൻ പോയതായിരുന്നു. ചേട്ടന്മാരെന്തിയേ? അയ്യോ, ചേട്ടന്മാരെ കാണുന്നില്ലല്ലോ. ചേട്ടന്മാരെ കാണുന്നില്ല. എനിക്ക് പേടി വരുന്നു. എനിക്ക് അമ്മയില്ല, എനിക്ക് അപ്പനില്ല. എൻ്റെ ചേട്ടന്മാരെന്നെ വിട്ടേച്ചു പോയി. ഞാൻ ഒറ്റയ്ക്കാ. എനിക്ക് പേടി വരുന്നു.
കർത്താവ് നമുക്ക് നല്ല പാട്ടുകൾ തന്നു. 103 സങ്കീർത്തനത്തിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു കഴിഞ്ഞു. ബർലോസ് പാസ്റ്റർ ദേശാടനമായി സഞ്ചരിച്ച് മാറ്റമില്ലാത്ത ദൈവവചനം സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഇടയിലും ശുശ്രൂഷിക്കാൻ ദൈവം ശക്തീകരിച്ചു. നമ്മുടെ ഇടയിൽ പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ കൂടുതലായതിനാൽ നേരത്തെ സഭായവും നിർത്തേണ്ടതാണ്. ആയതിനാൽ പാസ്റ്റർ തീമായി വചന ശുശ്രൂഷയ്ക്ക് സമയമില്ലാത്തതിനാൽ ഒരു പാട്ടുപാടുകയും അതോടുകൂടി സ്വോത്രകാഴ്ച എടുക്കുന്നതുമാണ്. ഉന്നതനാം യേശുവിൻ്റെ സന്നിധി വന്നിടുന്നു. മന്നവനാം മിശിഹായേ കുമ്പിട്ടാരാധിച്ചിടാം. മനുകുല പാപം മരണത്താൽ നീക്കാൻ മഹിമ വെടിഞ്ഞ നല്ലിടയാ. മന്നിടത്തിൽ തിരുനാമമുയർത്താൻ നൽകുന്നു എന്നെ തൃക്കരത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഇത്രത്തോളം സമയം ഞങ്ങൾ അങ്ങേ ആരാധിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. സ്തോത്രകാഴ്ച അർപ്പിച്ചവരെ അനുഗ്രഹിക്കണമേ. അവർക്ക് ഇരട്ടി പ്രതിഫലം നൽകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയും എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഓ, എല്ലാവരും പോയോ? അല്ല, സഭയ്ക്ക് എന്തു പറ്റി പാസ്റ്റർ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ആരാധിച്ച ദൈവകൃപയിൽ നിൽക്കുന്ന വലിയൊരു കൂട്ടം ഉണ്ടായിരുന്നില്ലേ? ഇവിടെ പ്രാർത്ഥന കാത്തിരിപ്പ് യോഗങ്ങൾ ഒരുപാട് നടന്ന സഭയാണ്. കണ്ണീരോടെ ദൈവസന്നിധിയിൽ കഴിച്ച പ്രാർത്ഥന കേട്ട് ദൈവം ജനത്തെ അനുഗ്രഹിച്ചു. നല്ലൊരു കൂട്ടം ജനം യൂറോപ്പിൻ്റെ പല ദേശത്തേക്ക് പോയി കുഞ്ഞുങ്ങൾ പഠിക്കുവാനും ലോകത്തിൻ്റെ പല ഭാഗത്താണിപ്പോൾ. കോവിഡിൻ്റെ ശേഷം പ്രായമായ മാതാപിതാക്കൾ ആരാധനയ്ക്ക് വരുന്നത് കുറഞ്ഞു. എല്ലാവർക്കും പണവും മറ്റു സുഖ സൗകര്യങ്ങളുമുണ്ട്. എൻ്റെ പാസ്റ്ററെ, ഇത് കണ്ടോ? പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടുത്തെ പിള്ളേർ അത് കഴിഞ്ഞതിന് ശേഷം എവിടെ ടൂറിന് പോകണമെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്നതാണ് ഈ തുണ്ടുപേപ്പർ. കണ്ടില്ലേ? ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നിങ്ങൾ അല്പം വിശ്രമിക്കുക, ഞാനിപ്പോൾ വരാം. തിമായി, വരൂ, നമുക്ക് അല്പനേരം ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇതെന്താണ് വിശ്വാസികൾക്ക് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? ഭക്തിയുടെ വേഷമല്ലാതെ ദൈവശക്തിയെ തുച്ഛീകരിക്കുന്നത്. ഇടയനില്ലാതെ ആടുകളെ പോലെ ചിതറിയവരുമായി നടക്കുന്നു. കർത്താവേ, എനിക്കിതൊന്നും കാണാൻ വയ്യ. ഞാൻ കുരുടനായിരുന്നപ്പോൾ വിശ്വാസികളെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പങ്ങളെല്ലാം തകർന്നിരിക്കുന്നു. കാണുമ്പോൾ ചിരിക്കും, എങ്കിലും ഹൃദയത്തിനുള്ളിൽ കയ്പ് നിറഞ്ഞിരിക്കുന്നു. എല്ലാം ഒരു നാട്യങ്ങളായി. കർത്താവേ, ഇതിലും ഭേദം ഞാൻ അന്ധനായിരിക്കുന്നതായിരുന്നു നല്ലത്. സ്നേഹിക്കുന്ന അങ്ങയുടെ മുഖം മാത്രം കാണാൻ. യേശുവേ, ബർലോസ്, മനുഷ്യരോട് മത്സരിച്ചോടി നീ തളർന്നെങ്കിൽ കുതിരകളോട് എങ്ങനെ മത്സരിക്കും? നിർഭയദേശത്ത് തളർന്നുപോയാൽ യോർദാന്റെ വൻകാട്ടിൽ നീ എന്തു ചെയ്യും? നീ കാണുന്നതെല്ലാം അന്ത്യകാലത്തിൻ്റെ ലക്ഷണമാണ്. അരമുറുക്കി ശക്തിപ്പെടുക. നിന്നെ ഏൽപ്പിച്ച വേല തികച്ചുകൊള്ളുക. ഭയപ്പെടരുത്, ഞാൻ നിന്നെ ശക്തീകരിക്കും. വീശുമുറം എൻ്റെ പക്കലുണ്ട്. നെല്ലും പതിരും വേർതിരിക്കുന്ന കാലം ആസന്നമായി. മടുത്തുപോകരുത്, ഭയപ്പെടരുത്.
നിന്നെ തന്നെ ശക്തീകരിക്കുക. ഞാനാകുന്നവൻ ഞാനാകുന്നു. കർത്താവേ, ഞാൻ എന്നെ അങ്ങയുടെ മുൻപിൽ താഴ്ത്തുന്നു. അങ്ങ് പറയുന്നത് പോലെ ചെയ്യുവാൻ സമർപ്പിക്കും. ആമേൻ. നിങ്ങൾ ഇവിടെ ഇരിക്കുമായിരുന്നോ? നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. പാസ്റ്ററെ, ഇവിടെ സുവിശേഷം പറയാൻ പറ്റിയ സ്ഥലം അതെവിടെയാണ്? ഇവിടെ അടുത്തെങ്ങും പോയി സുവിശേഷം പറയാതിരിക്കുന്നതാണ് നല്ലത്. എല്ലാവരും ക്രിസ്തുവിൻ്റെ അടുത്ത ആളുകളാണെന്നാണ് വിചാരം. അതുകൊണ്ട് ചെവിയിൽ കയറി പറഞ്ഞാലും മാനസാന്തരപ്പെടാത്ത ആളുകളാണ് ഇവിടെ ഉള്ളത്. ഇവിടെ തൊട്ടടുത്തതായി ഒരു കടൽത്തീരമുണ്ട്. അവിടുത്തെ ജനങ്ങൾ സ്നേഹമുള്ളവരാണ്. നിങ്ങൾ ഇന്ന് അവിടെ പോയി സുവിശേഷം പറയൂ. മൈക്ക് ടെസ്റ്റ്. ടെസ്റ്റ്. ഹലോ. ടെസ്റ്റ്. ഹലോ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരു കൊമ്പോടെറിയുമ്പോൾ. ഘോരമായൊരു നാളുണ്ട്, ഭീകരം അത് വന്നിടും. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരു കൊമ്പോടെറിയുമ്പോൾ. ആരവിടെ നിൽക്കും ദുഷ്ടർ വേരു കൊമ്പോടെറിയുമ്പോൾ. ദൈവക്രോധത്തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക. ദൈവക്രോധത്തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക. സൂര്യനന്നിരുളായിടും, ൂരിരുൾ ധര മൂടിയിടും. സൂര്യനന്നിരുളായിടും, ൂരിരുൾ ധര മൂടിയിടും. പാരിൽ നിന്നൊരു രോദനസ്വരമാരവത്തോട് പൊങ്ങിയിടും. പാരിൽ നിന്നൊരു രോദനസ്വരമാരവത്തോട് പൊങ്ങിയിടും. ദൈവക്രോധത്തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക. ദൈവക്രോധത്തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ, നിത്യതീയിൽ വീഴരുതേ, ഇന്നു തന്നെ രക്ഷ നേടുക. ആരു തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ. ആരു തന്നെ പറഞ്ഞാലും നീതിയിൻ വഴി തേടാതെ. പാപമങ്ങനെ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും. പാപമങ്ങനെ ചെയ്തവർ പരമാധിയോടെ നശിച്ചിടും. ദൈവക്രോധത്തീയിൽ നീയും വെന്തെരിഞ്ഞു ചാകരുതേ. അഗ്നി നരകത്തിൽ വീഴാതെ നിങ്ങളുടെ ഹൃദയങ്ങളെ തുറന്ന് സർവത്തിന്റെയും ഉടയവനായ യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുക. നിങ്ങളുടെ സകല പാപവും ക്ഷമിക്കും. അവന്റെ അടിപ്പിണരാൽ സൗഖ്യം വരും. കടന്നുവാ, യേശുവിന്റെ അടുക്കലേക്ക് കടന്നുവാ. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. മതമോ ജാതിയോ വർണ്ണമോ ഒന്നും നോക്കാതെ സകല മനുഷ്യരെയും സ്നേഹിക്കുന്ന ഒരുവൻ, അത് യേശു ക്രിസ്തു മാത്രം. ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. എന്താ ബ്രദറെ? പ്രിയമുള്ളവരെ, അനാഥത്വത്തിൻ്റെ ചൂടും ചൂരും ആവോളം അനുഭവിച്ചവനാണ് ഈ ഞാൻ. നീറിപ്പുകയുന്ന ജീവിത യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ പകച്ചു നിന്നു പോയിട്ടുണ്ട്. എന്തു ചെയ്യുമെന്നറിയാതെ എങ്ങനെയോ തെരുക്കോണിൽ ഒറ്റപ്പെട്ടു പോയ എൻ്റെ ബാല്യം, മാതാവോ പിതാവോ ആരെന്നറിയാതെ ഉഴന്നു നടന്ന കാലം, ഒരു നേരത്തെ വിശപ്പടക്കാൻ പാടുപെട്ടപ്പോൾ ഇവിടെ നിന്നോ സാന്ത്വനമായി എന്നെ തേടി വന്ന 2 പേരുണ്ടായിരുന്നു. അതിലൊരാൾ അന്ധനും മറ്റേയാൾ മുടന്തനുമായിരുന്നു. സ്വാർത്ഥത വെടിഞ്ഞ് സ്വന്തം മകനെപ്പോലെ അവർ എന്നെ സ്നേഹിച്ചു. പിന്നീട് എങ്ങനെയോ ജീവിതത്തിൻ്റെ നാൾ വഴികളിൽ അകന്നുപോയ ഞങ്ങൾ ഒരിക്കലെങ്കിലും ഒന്നുകൂടി കാണാൻ കൊതിച്ചു.
എൻ്റെ സ്വന്തം പരിശ്രമത്താൽ ഇന്ന് എനിക്ക് മേൽവിലാസമുണ്ട്. സ്വന്തമായി പ്രധാനപ്പെട്ട ഒരു റെസ്റ്റോറൻറ്റ് നെറ്റ്വർക്ക് എനിക്കുണ്ട്. എന്നാൽ മനസ്സിൻ്റെ കോണിൽ എങ്ങനെയോ എവിടെയോ ഒരു ശൂന്യത അനുഭവിച്ചു. ഇന്നിവിടെ ഘോഷിക്കപ്പെട്ട ഈ സന്ദേശം കേട്ടപ്പോൾ എൻ്റെ ഹൃദയത്തിലെ ശൂന്യത മാറി ക്രിസ്തുവിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞു. ഞാൻ തേടി നടന്ന, ഞാൻ കാണാൻ കൊതിച്ച ആ 2 പേരാണ് ഈ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, മോനെ ഫ്രെഡി. മോനെ ഫ്രെഡി. ക്രിസ്തുവിൻ്റെ ദർശനത്താൽ ഞാൻ സൗഖ്യം പ്രാപിച്ചു. എന്നിൽ നിറഞ്ഞ ആ ദൈവപ്രകാശം എൻ്റെ സ്നേഹിതനിൽ പകർന്നു. ഞങ്ങളിലെ വെളിച്ചവും സ്നേഹവും ഫ്രെഡിയിലേക്കും പകരുന്നു. നിങ്ങളുടെ ഹൃദയവും തുറക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യഫഥാ 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 യഫഥാ. Some glad morning when this life is o'er, I'll fly away to that home on God's celestial shore. I'll fly away. I'll fly away, oh glory, I'll fly away. When I die, hallelujah, by and by, I'll fly away. When the shadows of this life have gone, I'll fly away. Just like a bird from prison bars have flown, I'll fly away. I'll fly away, oh glory, I'll fly away. When I die, hallelujah, by and by,